പുതിയ നായികയെ മലയാള സിനിമയിലോട്ട് കിട്ടുന്നു. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അഭിനയിച്ചുകൊണ്ട് തള്ളുന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൽ മൂവി. സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ കരയായിരുന്നു. മകള് പാടിയിട്ടുണ്ടല്ലോ, പാട്ടൊക്കെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം. മക്കളുടെ പാട്ടിൻ്റെ എല്ലാം കൊണ്ടും നമ്മൾ ഉദ്ദേശിച്ചതിനൊക്കെ ഗംഭീരമായി എന്ന് ജനങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം. താങ്ക് യു, എല്ലാവർക്കും നന്ദി. ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിപ്പോൾ വേർഡ്സ് ആയിട്ടും ഇന്നതൊക്കെ പറയണം അങ്ങനെ ആലോചിച്ച് പറയാൻ കൂടെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണുക, നിങ്ങളുടെ ജെന്യൂനായിട്ടുള്ള റിവ്യൂസ് അറിയിക്കുക. എല്ലാവരും എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് കമൻറ്റൊക്കെ ചെയ്യുക. താങ്ക് യു സോ മച്ച്. എനിക്കൊന്നും വരുന്നില്ല ഇപ്പോൾ. അല്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സെറ്റ് തന്നെ ഫുള്ള് കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബിഗിനറായിട്ടും നമുക്ക് സജഷൻസ് ആണെങ്കിലും കംഫർട്ടായിട്ട് ആക്ട് ചെയ്യാനും പറ്റിയത്. അത് ടീമിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. നിങ്ങളെല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായം വന്നു. ഗംഭീര പടം, നല്ല ഫാമിലിക്ക് പറ്റിയ ഒരു ചിരിക്കാൻ പറ്റിയ. പണ്ട് നാദർശിക്കയുടെ ഒരു സിനിമ ഇറങ്ങാന്ന് പറയുന്നത് നമ്മളറിയില്ല, അതുപോലത്തെ ഒരു സൂപ്പർ ചിരിച്ചോണ്ട് ഇറങ്ങി വരാം. ചെറിയ ഒരു കരച്ചിലൊക്കെ ഇറങ്ങി ചിരിച്ചോണ്ട് ഇറങ്ങി വരാം. സൂപ്പർ ഫാമിലിയായിട്ട് വന്ന് കണ്ടു. ഭയങ്കര നല്ലൊരു പടമാണ്. ഇതൊരു കുടുംബ ചിത്രമാണ്. നമ്മുടെ ഒരു കുടുംബത്തിലുണ്ടാവുന്ന എല്ലാ ഫീലിങ്സും ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന ചിത്രമാണ്. ഇത് എനിക്ക് പറയാനുള്ളത് എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും കാണാൻ പറ്റിയൊരു ചിത്രമാണ്. കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാർക്കാണെങ്കിലും ഒരു ഓൾഡ് അച്ഛനമ്മ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർക്കും കുടുംബത്തോടൊപ്പം കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രമാണ്. ഞാൻ അഭിനയിച്ചുകൊണ്ട് തള്ളുന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൽ മൂവി. സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ കരയായിരുന്നു. അത്രയും നല്ല ഒരു സ്ക്രീൻ സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആസ് ആൻ ആക്ട്രസ്. പിന്നെ ചിരിക്കാൻ കുറേ ഉണ്ട് എന്നുവെച്ചാൽ കുറേ നാളിന് ശേഷം ഒരു നാദൃഷിക്കയുടെ ഒരു പടം വരുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെയാണെന്ന്. പിന്നെ സ്ക്രിപ്റ്റ് ഇസ് റിയലി എലഗൻറ്റ്. ഇറ്റ്സ് ഒരു മനസ്സിലൊരു കുളിർമ തരുന്ന ഒരു സാധനമാണ്. യു ഹാവ് ടു വാച്ച് ഇറ്റ്. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, പോയി കാണും. ഫാമിലിയായിട്ട് ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അപ്പം നല്ല കോമഡി ഏരിയസ് ഉണ്ട്. ഒരുപാട് ഓഡിയൻസിൽ നിന്ന് ഹ്യൂമറിനെ റെസ്പോൺസ് ചെയ്ത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കൃഷ്ണൻ്റെ കട്ടപ്പന കഴിഞ്ഞിട്ടുള്ള ഒരു കോമഡി ആയിട്ട് തോന്നി. എങ്ങനെയാണ്? ഗംഭീര പെർഫോമൻസ്, ഗംഭീരം. ഒരു പുതിയ നായികയെ മലയാള സിനിമയിലോട്ട് കിട്ടുന്നു. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. എനിക്ക് ഭയങ്കര ഇഷ്ടം.